ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു തൊടുപുഴക്കാരനാണോ? നിങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണോ? സാനിറ്ററീസിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ നേരെ തൊടുപുഴയിലുള്ള നോവ സാനിറ്ററീസിലേക്ക് പോയി എറണാകുളത്ത് കിട്ടുന്ന അതേ പ്രൈസിൽ തൊടുപുഴ നോവ സാനിറ്ററീസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇവിടെ വർണ്ണാഭമായ കളക്ഷൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ടൈൽസിൻ്റെ ആയാലും സാനിറ്ററീസിൻ്റെ ആയാലും വമ്പൻ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ടൈൽ കളക്ഷനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൊമാനിയുടെ സ്റ്റുഡിയോയിലാണ്. സൊമാനിയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൊമാനിയുടെ ഐറ്റംസ് എക്സ്ക്ലൂസീവ് ആയിട്ട് കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓട്ടം വരുന്ന 4x2 ടൈലുകളാണ്. 4x2 ടൈലിന് നല്ലൊരു കളക്ഷൻ ഉണ്ട്. 2x2 ടൈലുകളുടെ കളക്ഷൻ ഉണ്ട്. 4x2 ഫുൾ ബോഡി ടൈലുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് 4x2ന്റെ GVT ആയിട്ടുള്ള ഗ്ലോസ്ഡ് വിട്രിഫൈഡ് ടൈലുകൾ വരുന്നതാണ്. ഓക്കെ, നമുക്ക് 2x2 ടൈലുകളൊന്ന് കാണിച്ചു തരാം. വിട്രിഫൈഡ് ടൈലുകളാണ്. 2x2 വിട്രിഫൈഡ് നാനോക്ക് ഇപ്പം മാർക്കറ്റിൽ മൂവ്മെന്റ് കുറഞ്ഞു. ഇപ്പോൾ 4x2 മാർക്കറ്റ് കംപ്ലീറ്റ്. ഇപ്പോൾ 4x2 കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ടുള്ള സൈസുകളിലോട്ടായി മാർക്കറ്റ്. ഇതിപ്പോൾ 2x2 വിട്രിഫൈഡ് ടൈലിന്റെ ഒരു കളക്ഷൻ ആണ്. 2x2 വിട്രിഫൈഡ് ആക്ച്വലി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. ഇപ്പോൾ 4x2 ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. 4x2ന്റെ അടുത്ത സൈസ് 6x4 8x4 ആയി മാർക്കറ്റ്. വലിയ സ്ലാബുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഓടുന്നത്. നമ്മളിവിടെ 2x2 ഒരു മിനിമം ക്വാണ്ടിറ്റി എപ്പോഴും കീപ്പ് ചെയ്യും. കാരണം കടമുറികൾ അങ്ങനെയുള്ള കോസ്റ്റ് കുറച്ച് ഷോപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. കാരണം നമുക്ക് ഇതൊരു 30 രൂപ തൊട്ട് മാർക്കറ്റിൽ ഇപ്പൊ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്ന പ്രൊഡക്റ്റ് ചെറിയ സ്പേസിലൊക്കെ നമുക്ക് വേസ്റ്റേജ് കുറവുള്ളതായിട്ടും വുഡൻ ഫിനിഷ് അല്ലേ. 2x2ന്റെ തന്നെ വുഡൻ ഫിനിഷുകളാണ്. നമുക്ക് കിച്ചൺ വരാന്ത പോർച്ച് അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ കൊടുക്കാൻ പറ്റിയ വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളാണ്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളാണ്. ഇതൊക്കെ ബോഡി സെറാമിക് ആണ് ബോഡി വരുന്നത്. അതിന്റെ നല്ലൊരു കളക്ഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മിനിമം റേറ്റിംഗ് എങ്ങനെയായിരിക്കും വരുന്നത്? പ്രൈസ് നമുക്ക് ഫ്ലോർ ടൈലുകൾ നമുക്ക് ഏകദേശം 2x2 ഒക്കെ 30 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള 2x2 ടൈലുകളൊക്കെ ഒരു 35 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വാൾ ടൈലുകൾ 10-12. അത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതാണ് ഇപ്പോൾ പ്രൈസ് ഏറ്റവും കുറവ് വരുന്ന സൈസ്. അത് നമുക്കൊരു 34 രൂപ വെച്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇവയെല്ലാം നമുക്ക് പ്രൈസ് ഇതാണെങ്കിലും നമുക്കൊരു ബെറ്റർ റേറ്റ് കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ 4x2 ടൈൽസിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? 4x2 മാർക്കറ്റിൽ നല്ലൊരു ബെസ്റ്റ് റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 38, 40, 42. അതങ്ങനെ പോയി നമുക്ക് സൊമാനിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 65 രൂപ 70 രൂപ. ഫുൾ ബോഡി ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു 80 രൂപ അടുത്ത് അതൊക്കെ പ്രൈസ് വരും. പക്ഷേ ഇതെല്ലാം നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് സൈറ്റ് അനുസരിച്ചൊക്കെ നല്ലൊരു ബെസ്റ്റ് റേറ്റ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യും. ഗ്ലോസി മാറ്റ് ഫിനിഷും വരുമ്പോൾ അതെങ്ങനെ റേറ്റിന്റെ? ഗ്ലോസി മാറ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം സാധാരണ ഡാർക്ക് ഷെയ്ഡുകൾക്ക് കമ്പനി ഇച്ചിരി റേറ്റ് പ്രൈസിങ് കൂട്ടിയാണ്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും ഒരേ പ്രൈസിങ്ങിലാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഫുൾ ബോഡി ടൈലുകളൊക്കെ വരുന്നത് തിക്നെസ് കൂടിയ ടൈലുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള പ്രൈസിങ് ചെറിയ വേരിയേഷൻ. ഇതെല്ലാം സൊമാനിയുടെ 2x2 കിച്ചൺ വരാന്ത നമുക്ക് ഗ്രിപ്പ് വേണ്ടടുത്ത് ഇതൊക്കെ ബാത്റൂമിലോട്ടൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. ബാത്റൂമിലോട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് 4x2 വേണ്ടാത്ത കസ്റ്റമർക്ക് അതിൽ താഴെ ഒരു ചെറിയ ബാത്റൂം ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് ഡിസൈൻ ചെയ്താൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതൊക്കെ നല്ലൊരു പ്രൈസിങ്ങിലാണ് നമുക്ക് വരുന്നത്. അതുപോലെ പല ക്ലയൻസിന്റെ നമ്മുടെ പ്രവണതയാണ് അവർക്ക് പല ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ തന്നെ പല
ഇതും കണ്ടിട്ട് തന്നെ അവർ മലപ്പുറം, കോഴിക്കോട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ബെസ്റ്റ് റേറ്റ് കിട്ടും എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പലരും പോയി. ഇപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അതായത് ബെനിഫിറ്റ് ആണെന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് ആണെന്ന് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഈ വീഡിയോസ് ഇങ്ങനെ വൈറലായിട്ടുള്ള വീഡിയോസ് 2x4 35-ന് 32-ന് 30-ന് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ആൾക്കാർ പോവാണ്. അപ്പോൾ പലരും ഇപ്പോൾ ചിലർ തൊടുപുഴയിൽ നിന്നൊക്കെ കോഴിക്കോട്, കൊല്ലം ഒക്കെ വരെ പോകുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആലോചിക്കേണ്ട കേസാണ്. കാരണം 35 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റുള്ള കസ്റ്റമർക്ക് നമ്മൾ വിൽക്കുന്നതായിട്ടൊരു 2000 അല്ലെങ്കിൽ 1500 വ്യത്യാസം വരുന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ പ്രീമിയം ആയിരിക്കില്ല, സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആവാം. ചിലപ്പോൾ സ്റ്റോക്ക് ഒരു വൺ ടൈം എന്ന് പറഞ്ഞ കണ്ടെയ്നർ വരുന്നുണ്ട്. അത് ഒരു ബാച്ച് ഫാക്ടറിയും തീരാറായിട്ടുള്ള സാധനം വൺ ടൈം ആയിട്ടൊരു പ്രൈസ് ഡ്രോപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആവാമത്. അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഇത് ഇത്ര സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് സാധനമാണ്. അപ്പോൾ കസ്റ്റമർ അവിടെ വരെ പോയി, കസ്റ്റമർ പോകുന്നതിന് ചിലവ്, ഫ്യൂവൽ എക്സ്പെൻസ്, പിന്നെ ഒരു 2 ബോക്സ് ടൈൽ എക്സ്ട്രാ എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ റിട്ടേൺ വന്നു. ഇതൊക്കെ നമുക്ക് ലോക്കലായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ പോരെന്ന് ഞാൻ പറയുള്ളൂ ടൈൽ പർച്ചേസ് ചെയ്യാനായിട്ട്. ടൈൽ സാനിറ്ററി ഒക്കെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് പിന്നെ അത് തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാനോ, ഇപ്പൊ കുറച്ച് കംപ്ലൈന്റ് വന്നു, ഇപ്പൊ പോണ വഴി കുറച്ച് ട്രാൻസിറ്റ് ഡാമേജ് വന്നു, അതൊക്കെ അടുത്തൊരു ഡീലർ ആണെങ്കിൽ ചേട്ടാ ഇങ്ങനെ കംപ്ലൈന്റ് വന്നു, അപ്പൊ ആ ഡീലർക്ക് ഒരു അടുപ്പം കൂടെ വെച്ച് ചിലപ്പോൾ അത് റീപ്ലേസ് കിട്ടാനൊക്കെ ഉള്ള സാധ്യത. അതുപോലെ പല ക്ലയന്റും നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ പലരും ഇൻസ്റ്റയിലോ കണ്ടുവച്ച് പെട്ടെന്ന് ഒരു ബാത്റൂം 3000 രൂപ ഫുൾ ടൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർ. അതും ഓരോ ഷോപ്പുകാർ ഓരോ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതും ഇതാണ് ചിലപ്പോൾ ക്ലിയറൻസ് ഐറ്റം ഒക്കെ ആവാം. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് അവർക്ക് ഉണ്ടാവില്ല, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തന്നെ അതൊരു അത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും പഴയ മോഡലായിരിക്കാം, ടൈലുകളായിരിക്കും. പിന്നെ അവരെ അടുത്ത് നേരെ കൊണ്ടുപോകുന്ന നേരെ അടുത്ത ബ്രാൻഡിലേക്ക് ചിലപ്പോൾ ആളെ അവിടെ എത്തിക്കാനൊക്കെ ഉള്ള ഒരു പല കടകളും പല മെത്തേഡാണ്. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ ടൈലിന് ബെസ്റ്റ് റേറ്റ് കൊടുക്കുക. അത് അവർക്ക് ആവശ്യമുള്ള സ്ക്വയർ ഫീറ്റിന് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണ എല്ലാ സാധനവും നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടേ ചെയ്യുന്നു. നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ട് പിന്നെ തരാം, അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി തരാം, അങ്ങനത്തെ പരിപാടി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെല്ലാം സ്റ്റോക്ക് കീപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മള് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഈ ടൈലുകൾക്ക് വന്നിട്ട് കുറച്ചുകൂടി തിക്നെസ്, ഈ ടൈലിന് തിക്നെസ് കൂടുതലുണ്ട്. ഇത് ഈ 6 ഡിസൈൻ നമുക്ക് 10 mm വരുന്ന ടൈലാണ്. സൊമാനിയുടെ തന്നെ പ്രീമിയം ഐറ്റം ആണ്. 10 mm തിക്നെസ് വരാൻ കാരണം ഇത് നമുക്ക് പോർച്ച വരാൻ, വണ്ടി കയറുന്നത് ഇപ്പൊ നമുക്ക് മുറ്റത്തിടാം. നമുക്ക് ആസിഡ് ആൽക്കലി റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം, സ്കൂളുകൾ. അപ്പോൾ കളർ ഫെയ്ഡ് ആവില്ല, ഫുൾ ബോഡി ഈ കളർ കിട്ടും. നമുക്ക് 10 mm തിക്നെസ് ആയതുകൊണ്ട് എത്ര വെയിറ്റ് ഉള്ള വണ്ടികൾ കയറിയാലും പ്രശ്നമില്ല. പോർച്ചില് മുറ്റത്തൊക്കെ ഇടാവുന്ന ടൈലുകളാണ്. അതിന്റെ തന്നെ ഗ്രിപ്പ് കൂടിയതും ഗ്രിപ്പ് കുറഞ്ഞതുമായിട്ടുള്ള 2 ഐറ്റമാണ് വരുന്നത്. ഇത് ക്ലാഡിംഗ് കളക്ഷനാണ്. ലാമിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലാഡിംഗ് ആണ്. നമുക്ക് ഇത്രയും ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഐറ്റംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ പുതിയ പുതിയ അഡീഷൻ ആണ്. കേരള സ്റ്റോണുകളല്ല, എല്ലാം പുറത്തുനിന്നുള്ള നോർത്തിൽ നിന്നുള്ളതുണ്ട്, സെൻട്രൽ ഇന്ത്യ പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് നമുക്ക് അവൈലബിലിറ്റി. നമ്മൾ ഇതിന്റെ ഒരു മിനിമം സ്റ്റോക്കെ കീപ്പ് ചെയ്യുള്ളൂ. നമുക്കിപ്പോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഓർഡർ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് ഒരു 55 രൂപ റേഞ്ചിലാണ്. അതൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റ് അളവ് അനുസരിച്ച് ഒരു ബെസ്റ്റ് റേറ്റ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലിയറൻസ് ഇപ്പൊ ഈ മാർച്ചിലോട്ട് ക്ലിയറൻസ് സെയിലുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ വാൾട്ടയിലൊക്കെ നമുക്ക് ഓട്ടം കുറവുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ലൊരു പ്രൈസിൽ ഇതൊക്കെ നമ്മളിപ്പോൾ ഓഫർ ഇട്ടേക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അവസാനത്തെ ലാസ്റ്റ് ക്വാർട്ടർ 3 മാസം നമ്മൾ ഓട്ടം കുറവുള്ള ടൈലുകൾ ക്ലിയറൻസ് ഇട്ട് ചെയ്യുന്നതാണ്. അല്ല, ഇതില് കണ്ടിന്യൂസ് പറഞ്ഞു മതി. ഇതൊക്കെ നമുക്ക് സൊമാനിയുടെ വാൾ ടൈലുകൾ തന്നെയാണ്. വാൾ ടൈലൊക്കെ ഇപ്പൊ നമുക്ക് ചെറിയ സൈസുകളൊക്കെ ഓട്ടം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ ഓഫർ ഇട്ട് ക്ലിയറൻസ് ഇട്ട് വെച്ചേക്കുവാണ്. അതൊക്കെ നമുക്ക് നല്ലൊരു പ്രൈസിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. കിച്ചൺ വാളായിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ബാത്റൂമിന്റെ വാളായിട്ട് കൊടുക്കാം, വാളായിട്ട് ടൈലുകൾ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്ക് സൈസ് ചെറിയ സൈസിലോട്ട് വരുമ്പോൾ വരുന്നവർക്ക് മാക്സിമം നോക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടംപോലെ ടൈൽസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
ഈ വേറെ എറണാകുളം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എറണാകുളം പോകാന്നുള്ളൊരു പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി എനിക്കാണ് ഇപ്പോൾ ഒരു ഷർട്ടടക്കടയിലൊക്കെ നമുക്ക് എറണാകുളം പോലെ തൃപ്തിയുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു രീതി മാറ്റാൻ വേണ്ടിയാണ് ഇത്രയും കളക്ഷൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ റേറ്റിൽ അതിൽ താഴെ റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം അവരും പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഏകദേശം നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ സൈറ്റ് എത്ര ഡിസ്റ്റൻസിൽ അങ്ങനെ ഡെലിവറി നമുക്ക് 1 lakh above ആണെങ്കിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും കവർ ചെയ്ത് ഡെലിവറി കൊടുക്കാം. ഇപ്പൊ നമുക്ക് ചെറിയ ഒരു 30,000 മുകളിലോട്ടുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ ഡെലിവറി അവൈലബിൾ ആക്കുന്നു. അതപ്പോ ഈ അതിൽ എന്തോരം ഡിസ്റ്റൻസ് കവർ ചെയ്യാം? അങ്ങനെ ഡിസ്റ്റൻസ് നമുക്ക് ക്വാണ്ടിറ്റിയും സൈസും അനുസരിച്ച് കസ്റ്റമർക്ക് ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ഡെലിവറി അവൈലബിൾ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സൊമാനിയുടെ തന്നെ ഒരു മോക്കപ്പ് ചെയ്തേക്കുന്ന ഏരിയയാണ്. നമുക്കിപ്പോൾ 2x4 ടൈലുകൾ 2x2 ടൈലുകളൊക്കെ മോക്കപ്പ് വരുന്ന എല്ലാവരും മറ്റേ കളർ കോംബോ എല്ലാം കോമ്പിനേഷൻ ചെയ്താണ് ഇപ്പോൾ ആൾക്കാർ. അതായത് ഇതിന്റെ ഒരു ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 5 സ്റ്റാർ ഇപ്പോഴത്തെ 5 സ്റ്റാർ ആണ് നാളത്തെ വീടുകളുടെ ഭാഗം. അതായത് 5 സ്റ്റാർ ഹോട്ടൽ എന്താണോ ഇപ്പൊ ചെയ്യുന്നത് അതാണോ ഫ്യൂച്ചറിൽ നമ്മുടെ വീടുകളിൽ. ഇപ്പൊ പണ്ട് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കണ്ടിരുന്ന സിസ്റ്റമാണ് ഇപ്പൊ അത് വീടുകളിലോട്ട് എത്തി. ചെയ്യുന്ന മോഡേൺ വീടുകളിലെല്ലാം അതെ 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 കട്ട് ചെയ്ത് ഇതുപോലെ പീസ് വർക്കാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വേസ്റ്റേജ് കുറഞ്ഞു. പണ്ടത്തെ പോലെ പൂക്കളും കായ്കളും അങ്ങനെയൊക്കെ ഉള്ള ഡിസൈനുകളെല്ലാം ഔട്ടായി. ഇതിപ്പോ ഒരു കണ്ടാലും മടുക്കില്ല. ടൈൽസ് ആയാലും യൂസ് ചെയ്യാൻ പറ്റും. എത്ര കണ്ടാലും മടുക്കില്ല എന്നുള്ളതാണ് ഈ ഡിസൈനിന്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ നമ്മുടെ ഓൾഡ് ടൈൽസ് നമുക്ക് ചെറിയ ടൈൽസ് മറ്റേ ബാത്റൂം ടൈൽസ് ഒക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ അങ്ങനെ എൻക്വയറി നടത്താറുണ്ട്. ഇപ്പോ പുതിയ ഫ്രഷ് പ്രോഡക്റ്റ് ആവശ്യമില്ല, ഇപ്പോൾ ബാച്ച് തീർന്നിരിക്കണേ, ഇപ്പൊ ലൈറ്റ് ഡാർക്ക് എച്ച് വേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ മതി. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രൈസിൽ കസ്റ്റമർക്കും ബെനിഫിറ്റ് ആണ്, നമുക്ക് ആ സ്റ്റോക്ക് ക്ലിയർ ആയി പോകും. ഇത് 10-12 സൈസാണ്, 1.5 സ്ക്വയർ ഫീറ്റ് ടൈലാണ്. 10-12 ടൈല് ഇപ്പൊ മാർക്കറ്റിൽ ഓട്ടം കുറവാണ്. പക്ഷെ നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യും. കാരണം മാർക്കറ്റിൽ ഏറ്റവും കുറവ് റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ സാധാരണക്കാരൊക്കെ വന്നാൽ നമുക്ക് ഇത് അവർക്കും കൊടുക്കാൻ പ്രൊഡക്റ്റ് വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു നല്ലൊരു ഡിസൈൻ ഏത് റേഞ്ചിലുള്ള ക്ലയന്റ് വന്നാലും ഇവിടെ തീർച്ചയായും നമ്മൾ, കാരണം നമുക്ക് നമ്മുടെ മാർക്കറ്റ് അങ്ങനെയാണ്. നമുക്ക് സാധാരണക്കാരുണ്ട്, മീഡിയം ആൾക്കാരുണ്ട്, ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ സ്റ്റോക്കും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം റേറ്റ് എങ്ങനെയായിരിക്കും? ഇതൊക്കെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ 34 രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വന്നത്. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് നല്ലൊരു പ്രൈസ് ഒരു സാധാ വീടുകൾക്കൊക്കെ ഏറ്റവും ഒരു 1000 താഴെ സ്ക്വയർ ഫീറ്റ് വരുന്നവർക്ക് ഇപ്പോ ചെറിയ ബാത്റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് 4x2 ആൾക്കാർ പ്രിഫർ ചെയ്യില്ല. അല്ലെങ്കിൽ അതുപോലെ ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ. അതെ അതെ. അപ്പൊ നമുക്ക് ഇതൊരു മിനിമം ക്വാണ്ടിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം, കാരണം അങ്ങനെയുള്ള കസ്റ്റമറെ ഫീഡ് ചെയ്യാം. പല സ്ഥലത്തും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനില്ല, കാരണം ആൾക്കാര് ഔട്ടാക്കി. പക്ഷെ നമ്മളിപ്പോഴും കണ്ടെയ്നർ എടുത്ത് ചെയ്യുന്നുണ്ട്, കാരണം ഇതും വേണം നമ്മുടെ മാർക്കറ്റിലെ ആൾക്കാർക്ക്. അപ്പൊ കാരണം ചെറിയൊരു ഒരു പഴയ വീട് തന്നെയാണ്, അതിലേക്ക് കൂടുതൽ എമൗണ്ട് മുടക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ റിനോവേഷൻ്റെ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പൊ നമുക്കും ഒരു ചിലപ്പോ ചില മച്ചിട്ട് അങ്ങനെയുള്ള ട്രഡീഷണൽ വീടുകളിലേക്ക് വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി മുടക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് വന്നാൽ നീറ്റ് ആയിരിക്കണം, ബാത്റൂംസ് ഒരു പ്രീമിയം ലുക്ക് കിടക്കണം. എന്നാൽ അതിലൊരു വലിയ എമൗണ്ട് മുടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ടൈമില് ചിലപ്പോ ഒരു 5 മാസം കഴിഞ്ഞായിരിക്കും ടൈല്. അപ്പൊ ആ ടൈല് നമ്മൾ എപ്പോഴും ശരിക്കും ഏത് ടൈമിലാണ് പർച്ചേസ് ചെയ്യേണ്ടത്? നമ്മൾ ഏത് ടൈമിൽ പർച്ചേസ് ചെയ്ത്, കാരണം ചിലത് ഇപ്പൊ നോക്കി വെച്ച് കഴിഞ്ഞാൽ ടൈല് അതിന്റെ ഒരു ജെനുവിനായിട്ട് പറയുവാണെങ്കിൽ ഒട്ടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എടുത്താൽ മതി. ഇപ്പൊ ചില ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് ഷോർട്ടേജ് വരാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റോക്ക് ആവശ്യം വരുവാണെങ്കിൽ എടുത്തു വെക്കുക. അപ്പൊ എടുത്തു വെക്കുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കേസ്, ഫുൾ ഐറ്റം ഒരു ഷെയ്ഡിലുള്ളത് കംപ്ലീറ്റ് ഒരു ബാച്ചാണ് എന്ന് മാത്രം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ഒട്ടിക്കുമ്പോൾ പിന്നീട് മാറ്റാനൊക്കെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എടുക്കുമ്പോൾ ശരിക്കും ഇപ്പൊ നേരത്തെ എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ
നാളെ കുറച്ച് എമൗണ്ട് കൂടും അല്ലെങ്കിൽ റേറ്റ് കൂടും എന്നൊരു ഇതൊന്ന് ചില ക്ലയന്റുകൾ നേരത്തെ എടുത്തു വയ്ക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഇപ്പൊ വലിയ പ്രൈസ് വ്യത്യാസം വരുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് GST വരുന്ന സമയത്ത് പ്രൈസിങ്ങിന്റെ വ്യത്യാസം 28 സ്ലാബിലോട്ടൊക്കെ വന്ന സമയത്ത് നമുക്ക് പ്രൈസ് വലിയ വ്യത്യാസം വരുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എടുത്തു വെക്കണ ബെനിഫിറ്റ്. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കണ സമയമാകുമ്പോൾ എടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 20% അങ്ങനെ അഥവാ എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഒരു വെളിയിലുള്ള ഒരു ക്ലയന്റ് അപ്പൊ ആള് വന്നു കഴിഞ്ഞാൽ പുള്ളി സെലക്ട് ചെയ്തിട്ട് നമുക്ക് പക്ഷെ അതൊക്കെ അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ സ്പെഷ്യൽ കേസുകൾ വന്നാലും നമുക്ക് 2 മാസം 3 മാസം ഡിലേ ഉണ്ടെങ്കിൽ എടുത്തു വെക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ള സമയത്ത് എടുത്തു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. ടൈലിന്റെ പ്രൈസുകൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ടൈല് കാരണം വലിയ സൈസുകളെല്ലാം പ്രൈസ് ഡ്രോപ്പ് ഹൈക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള ആവശ്യത്തിന് ഇപ്പോൾ എടുത്തു വെക്കേണ്ട ആവശ്യം. ഇനിയിപ്പോൾ സ്പെഷ്യൽ കേസുകളുണ്ടല്ലോ, ഓണറുടെ സ്ഥലത്തില്ല, അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് എടുത്തു വെച്ചു, അങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്പെഷ്യൽ കേസാണ് എടുത്തു വെക്കുക. അതൊക്കെ ഒരു 20% കൂടുതൽ എടുത്തു വെച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും. ടൈൽ എടുക്കുമ്പോൾ എപ്പോഴും ഒരു 4-5 ബോക്സ് എക്സ്ട്രാ എടുത്ത് വെക്കുക. അത് എവിടെയെങ്കിലും ഒരു സൈഡിലെ ശല്യലാണ്ട് കൊണ്ട് ചാരി വെക്കും. കാരണം പിന്നീട് ഒരു ഉന്മേഷം വന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കട്ടിൽ മാറ്റിയോ ഒരു ഗ്യാസ് കുറ്റിക്ക് എടുത്ത് വെച്ച് പൊട്ടലോ ഇത് മാറ്റേണ്ട കാര്യം വരുമ്പോൾ നമുക്ക് ഈ സെയിം ബാച്ച് ഒരിക്കലും കിട്ടാൻ എടുത്ത കടയിൽ പോയാൽ പോലും ആ ബാച്ച് കിട്ടാൻ പാടായിരിക്കും. കാരണം ഇതൊരു 3 മാസം കൂടുമ്പോൾ ബാച്ച് കംപ്ലീറ്റ് റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം.